മണ്ണും മനസ്സും തൊട്ടീ നാടിൻ സർഗപ്രതിഭകൾ അക്ഷരം ഭാവസുന്ദരം ചിത്രകം സ്വപ്നചാരുവാം ഭാവനാലോകവും മർത്യഭാഷ തൻ മഹിതമാം ചരിതവും ഹൃത്തിലെഴുതുന്ന പ്രതിഭാപ്രഭാവം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം. നമസ്കാരം. കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ വേറിട്ട പ്രതിഭകളുടെ കലാവഴികളിലൂടെ ജീവിത വഴികളിലൂടെ ഒരു സ്നേഹ സൗഹൃദ യാത്ര, കാവ്യസൗഹൃദം. സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം. അക്ഷരം തൊട്ട കാവ്യസൗഹൃദ വേദിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നീലേശ്വരം പടിഞ്ഞാറ്റൻകോവിലിലെ AM പ്രീതി. സംഗീത നൃത്ത രംഗത്ത് വളരെ വൈകിയാണെങ്കിലും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന AM പ്രീതിയുടെ കലാവഴികളിലൂടെ ജീവിത വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഈ സൗഹൃദ വേദിയിൽ. കാവ്യസൗഹൃദത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് AM പ്രീതിക്ക് സ്നേഹസ്വാഗതം. നമസ്കാരം. പിച്ച വെച്ചു നടന്ന കാലടികൾ ചുവടുറക്കാൻ തുടങ്ങിയ ആ സുന്ദര കാലങ്ങളിൽ, കുഞ്ഞുകാൽ തളക്കിലുക്കത്തിൽ അസാധാരണ താളത്തുടിപ്പ് കണ്ട അന്നു മുതൽ വീട്ടുകാരുറപ്പിച്ചതാണ് ഈ പൊന്നുമോൾ നൃത്തലോകത്തിൽ ചിലങ്കക്കിലുക്കത്താൽ സ്വർഗ സാമീപ്യമാകുമെന്നും. ആ ചിന്തകൾ പിഴച്ചില്ല. പിന്നീട് അങ്ങോട്ട് ഏത് ഗാനത്തിൻ ചെറുസ്വരം കേട്ടാലും ആ കുഞ്ഞിൻ്റെ കാലുകൾ തകതിമി താളത്തിൽ ചടുല ചലനമായി. കരവിരലുകളിൽ മുദ്രകളാൽ പ്രകൃതി ഉണർന്നു. മെയ്യിളക്കങ്ങൾ സാഗര ചാഞ്ചാട്ടമായി. കണ്ണുകൾ നവരസ കണ്ണാടികളായി. കാണെ പ്രീതി AM എന്ന നർത്തകി പിറക്കുകയായിരുന്നു. ഔപചാരിക നൃത്തപഠനാരംഭത്തിന് മുമ്പ് തന്നെ നാട്യപാഠങ്ങൾ പൊരുളറിയാതെ ഉള്ളറിഞ്ഞാടുക എന്ന അപൂർവത പ്രതിഭകൾക്കു മാത്രം ലഭിക്കുന്ന സൗഭാഗ്യമാണ്. 8ാം വയസ്സിൽ PK റാം എന്ന നൃത്ത ഗുരുനാഥൻ ആ അപൂർവത പ്രീതിയിൽ കണ്ടറിഞ്ഞു. കൗമാര കലകളുടെ കളിയാട്ടമായ കലാലയ കലോത്സവങ്ങളായിരുന്നു ഈ കലാകാരിയുടെയും വളർച്ചയുടെ ഇടം. ജീവിതത്തിന്റെ കഠിനപാതകളിൽ കുറച്ചുകാലം ചിലങ്കിയുടെ താളം നിലച്ചുപോയെങ്കിലും 45ാം വയസ്സിൽ വീണ്ടും നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ലോകത്തിൽ ഇവർ സജീവമായി. ഉള്ളിൽ താളമുള്ളവർക്ക് എന്നും സംഗീതത്തിൻ്റെ ഉള്ളറിയാമെന്നതിന് ദൃഷ്ടാന്തമായി സംഗീതവും പ്രീതിയുടെ കയ്യിൽ ഭദ്രം. തൻ്റെ സ്വരമാധുരിയെ സ്ഫുടം ചെയ്യാൻ സംഗീത പഠനവും അവർ ആരംഭിച്ചു. കേരളത്തിനകത്തും പുറത്തും സംഗീതവുമായി നിരവധി വേദികളിലെത്തി. ഇനിയും താനൊരു കലാവിദ്യാർത്ഥിനി മാത്രമാണെന്ന തിരിച്ചറിവ് ഈ കലാകാരിയെ കലയുടെ മറുകര കാണാൻ പ്രാപ്തയാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിച്ചുകൊണ്ട് ആ സംഗീത വഴികളിലൂടെ, നൃത്ത വഴികളിലൂടെ അല്പനേരം സഞ്ചരിക്കാം പ്രീതിയോടൊപ്പം. ടീച്ചറുടെ കലാജീവിതം ഒരുപക്ഷെ കുട്ടിക്കാലത്ത് കലാരംഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ നീണ്ടൊരിടവേള അതിനുണ്ടായിരുന്നു. ഒരുപക്ഷെ കുട്ടികളൊക്കെ മുതിർന്ന ശേഷമാണ് വീണ്ടും ഒന്ന് സജീവമായിട്ട് ഈ രംഗത്തേക്ക് തിരിച്ചു വന്നതെന്ന് തോന്നുന്നു. ചെറിയൊരു ഇടവേള, ഒരു 5-6 കൊല്ലാണ് ശരിക്കും പറഞ്ഞ ഗ്യാപ്പ്. അത്ര ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് പാട്ടായാലും ഡാൻസായാലും എങ്ങനെയെങ്കിലും ആയിട്ടും എൻജോയ് ചെയ്തിരുന്നു. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. കുട്ടിക്കാലത്ത് ഒരുപക്ഷെ നൃത്തത്തോടായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. ശരിയാണ്, നൃത്തത്തോട് തന്നെയാണ് കൂടുതൽ താല്പര്യം. നൃത്തരംഗത്തേക്ക് വരാനിടയായ ഒരു പശ്ചാത്തലം, ഞാനൊരു 3ാം ക്ലാസ് പഠിക്കുമ്പോ തന്നെ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. എന്റെ ആദ്യത്തെ ഗുരുനാഥൻ PK റാം സാറായിരുന്നു. അപ്പൊ ഞാൻ നീലേശ്വരി പ്രദേശത്ത് ഒരുപാട് പേരുടെ നൃത്തകലാ അധ്യാപകൻ അദ്ദേഹം ആയിരിക്കും. അന്ന് ഞാൻ കാഞ്ഞങ്ങാട് സൗത്തിലായിരുന്നു താമസം. പഠിച്ചത് 7ാം ക്ലാസ് വരെ നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് സ്കൂളിലായിരുന്നു. അപ്പോ ഈ PK റാം സാർ അവിടെ പഠിപ്പിക്കാൻ വരുമായിരുന്നു. അപ്പൊ ആ 3ാം ക്ലാസ്സിൽ തുടങ്ങിയ ഒരു നൃത്ത പഠനാണ്. അത് 7ാം ക്ലാസ് വരെ തുടർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ഗ്യാപ്പ് വന്നു. ശരിക്കും പറഞ്ഞാൽ ക്ലാസിക്കലായിട്ട് പഠിച്ച് നിർത്തി, അല്ലാതെ അവതരിപ്പിക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം നെഹ്റു കോളേജ് പഠിക്കുന്ന സമയത്ത് രാജു മാഷിന്റെ അടുത്ത് ഒരു ഐറ്റം മാത്രമായിട്ട് കളിച്ചു, ഭരതനാട്യം. അല്ലാതെ പിന്നെ തിരുവാതിര, ഗ്രൂപ്പ് ഡാൻസ്, നെഹ്റു കോളേജിൽ ഗ്രൂപ്പ് ഡാൻസ്. ഈ റാം സാറിന്റെ കീഴിൽ പഠിക്കുമ്പോൾ ഏതൊക്കെ ആയിരുന്നു?
വർണ്ണവും എല്ലാം ക്ലാസിക്കലായിട്ട് ഭരതനാട്യം, ഫോക്ക് ഡാൻസ് എല്ലാത്തിനും അത് ജില്ലാ കലോത്സവം വരെ പോയിട്ടുണ്ട്. പോയി സമ്മാനം ഇഷ്ടംപോലെ കുറെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അന്ന് സ്കൂളിലെ താരാണ്. അതെ അതെ അതെ. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നില്ലേ കുറച്ചു കാലം? ദുർഗിലായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം ദുർഗിലായിരുന്നു. ആ സമയത്തും കലോത്സവങ്ങളിൽ ഒക്കെ പങ്കെടുത്തിരുന്നു. അത് പക്ഷെ സ്കൂൾ ലെവലല്ലാണ്ട് അതിന് അപ്പുറം പോയില്ല. അവിടുന്ന് എല്ലാത്തിലും പാട്ടിലായാലും പദ്യപാരായണം, മാപ്പിളപ്പാട്ട്, സംഗീതത്തിലായാലും ഡാൻസിലും എല്ലാത്തിനും പങ്കെടുക്കുമായിരുന്നു. പക്ഷെ സ്കൂൾ ലെവല് വിട്ടിട്ട് പോയിട്ടില്ല. ഒരുപക്ഷെ പ്രീതി എന്ന കലാകാരിയെ ശരിക്കും നിങ്ങൾക്കും അതുപോലെ ലോകർക്കും മറ്റുള്ളവർക്കും കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഒരുപക്ഷെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ നെഹ്റു കോളേജിലെ ഇന്റർ സോൺ സോൺ കലോത്സവം. ശരിയാണ്. അതെ, ആ കാലം ഒന്ന് ഓർത്തൂടെ? ആ സമയത്ത് ഞങ്ങള് ഗ്രൂപ്പ് മ്യൂസിക്കിന് ശരിക്കും പഠിപ്പിച്ചത് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ മാഷായിരുന്നു. മാഷ് ശിക്ഷണത്തിലായിരുന്നു അത് എന്നിട്ട് സോണും ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഇന്റർ സോണിലും സുൽത്താൻ ബത്തേരിയിലായിരുന്നു അന്ന് എന്റെ ഓർമ്മയില്. അവിടുന്ന് ഫസ്റ്റ് കിട്ടി. അന്ന് ഗ്രൂപ്പ് ഡാൻസ്, ഒപ്പന, തിരുവാതിര അങ്ങനെ എല്ലാത്തിനും ഫസ്റ്റ് യൂണിവേഴ്സിറ്റി കലോത്സവം. പക്ഷെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇതിനു വേണ്ടി ഇങ്ങനെ ഫുള്ള് സമയം കളഞ്ഞപ്പോ എന്റെ മാർക്കൊക്കെ കുറച്ച് കുറഞ്ഞു. സയൻസ്, ഫിസിക്സ് അല്ല, പ്രീ ഡിഗ്രി ആയിരുന്നു. പഠിത്തത്തിന് തുല്യ പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പൊ ആ സമയത്ത് ഫസ്റ്റ് ഇയർ മാർക്ക് കുറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് ഇനി പോണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് സെക്കൻഡ് ഇയർ അങ്ങനെ പറ്റിയില്ല. അവിടെ അന്നേരം ഈ സംഗീതത്തില് ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് തന്നെ അത് കുടുംബപരമായി തന്നെ സംഗീതത്തോടുള്ള ഒരു അടുപ്പുണ്ടായിരുന്നു. വീട്ടിലിപ്പോ അമ്മയും അല്ലാതെ വീട്ടിലെ ഒരുവിധം എല്ലാരും പാടുന്നവരാണ്. അമ്മയുടെ സൈഡില്, അച്ഛന്റെ അല്ല, അമ്മയുടെ കുടുംബത്തില് എല്ലാരും പ്രൊഫഷണൽ സിംഗേഴ്സും കൂടി ഉണ്ട്. എല്ലാരും പാട്ടുകാരാണ്. അപ്പൊ ആരൊക്കെയാണ് പ്രൊഫഷണലായിട്ട് പാട്ട് പാടിയ? അശോക് കുമാർ വെള്ളിക്കോത്ത്, അശോക്, അത് അമ്മാവനാണ്. പിന്നെ എന്റെ അമ്മയുടെ അമ്മാവൻ സുബ്രഹ്മണ്യൻ നായരുണ്ട്. അമ്മാവൻ സംഗീതം വരെ ചെയ്തിട്ടുണ്ട്, പാട്ടുകൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. പണ്ട് നാടകം കളിക്കുമായിരുന്നു. പിന്നെ നാടകത്തിലും ശ്യാമളാലയം, അതും ഒരു അമ്മാവനാണ്. പിന്നെ നാടകം, സംഗീതം, ഇങ്ങനെ ഒരു കലാകുടുംബം തന്നെയാണ്. പിന്നെ എന്റെ ഒരു അമ്മയുടെ ഇളയമ്മയുടെ മോനുണ്ട്, രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. അമ്മാവൻ ഗൾഫിലായിരുന്നു. അവിടെയും പ്രൊഫഷണലായിട്ട് കുറെ ഗാനമേളയും അതിലൊക്കെ ചെയ്യുന്നു. അവരെന്നെയായിരിക്കും ആദ്യത്തെ ഗുരു ഈ സംഗീതത്തില് ഗുരുവായിട്ട് അങ്ങനെ ഇവര് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എന്റെ അമ്മ ടീച്ചറാണ്. അപ്പൊ അമ്മക്ക് ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ ഇതിലൊക്കെ പങ്കെടുക്കുന്നോണ്ട് ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കണം എന്നുള്ള ഒരു ഇതില് നമ്മുടെ രാമേന്ദ്ര മാഷേട്ടൻ, വേണു മാഷായിരുന്നു സത്യം പറഞ്ഞ ആദ്യത്തെ ഒരു ഗുരു. പക്ഷെ മാഷ് ഒരു മാസം വീട്ടിൽ വന്ന് പഠിപ്പിച്ചു. പിന്നെ മാഷ്ക്ക് എന്തോ ഇതുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ വരുന്ന പഠിപ്പിക്കേണ്ട ബുദ്ധിമുട്ടാണോന്ന് അറിയില്ല. പിന്നെ വിഷ്ണുവട്ട് മാഷെടുത്ത് പോവാനൊക്കെ പലതും ശ്രമിച്ചിരുന്നു. ആ കാലത്ത് നടന്നില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ സംഗീതത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയത് മോളായതിനു ശേഷം. അല്ലല്ല, മോളെ കൊണ്ടുപോയിരുന്നു. ഇത് എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് മോളെ പഠിപ്പിച്ചിട്ട് അവളെ പാട്ടിൽ കുറച്ച് നല്ല ഇതാക്കണം എന്നിട്ട് അവളെ ഞാൻ എന്റെ ഹസ്ബൻഡ് ONGC-ലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പൊ പല സ്ഥലങ്ങളിലായിരുന്നു ജോലി. ചെന്നൈ, പല സ്ഥലങ്ങളിലായിട്ട്. അപ്പൊ അവിടെയൊക്കെ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഞാൻ ആരെങ്കിലും ഗുരുനാഥ് കണ്ടെത്തിയിട്ട് മോളെ പഠിപ്പിക്കും. അപ്പൊ ആ മോളെ കൂടെ ഇരുന്ന് ഞാനും പഠിക്കും. അതായിരുന്നു കാര്യമായിട്ടുള്ള ശാസ്ത്രീയ പഠനം ചെറുപ്പത്തിൽ കിട്ടിയത്. പിന്നെ നീലേശ്വരം വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ സംഗീതത്തിലും നൃത്തത്തിലും എന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റുന്നത്. ഈ രാജേഷ് മാഷിയുടെ ശിക്ഷണത്തിൽ സംഗീതം പഠിച്ചതിന് ശേഷം പിന്നീട് മറ്റാരെയും കീഴിൽ വീണ്ടും പഠനം തുടങ്ങുന്നു. അതിനുശേഷം ഇപ്പൊ 2 കൊല്ലമായിട്ട് ഞാൻ നമ്മുടെ സംഗീത പൂർണ്ണശ്രീ TP ശ്രീനിവാസ മാഷയുടെ കീഴിലാണ് ഇപ്പൊ പഠിക്കുന്നത്. 2 വർഷമായി പഠിക്കുന്നുണ്ട്. അതങ്ങനെ മാഷ് അവിടെ പോയിട്ട് ഞാൻ മാഷടുത്ത് പോയി ഇങ്ങനെ പഠിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോ അവിടെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഞങ്ങളുടെ പ്രായത്തിലുള്ളവരാണ്, അമ്മമാർ തന്നെയാണ്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഇപ്പൊ അത് വലിയൊരു സന്തോഷമാണ്. മാഷ അത് പണ്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു മാഷ കൂടെ കീഴിൽ പഠിക്കണം എന്നുള്ളത്. അതിപ്പോ സാധിച്ചു. അപ്പൊ ഈ കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാര് അത് ഈ രംഗത്തേക്ക് വീണ്ടും സജീവമായിട്ട് ഇപ്പം കടന്നു വരുന്നു. തീർച്ചയായിട്ടും മറ്റുള്ള മുമ്പൊക്കെ അത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വീണ്ടും സജീവമായിട്ട് നൃത്തരംഗത്തായാലും മറ്റെല്ലാ കലാരംഗത്തും അഭിനയ രംഗത്ത് വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് അഭിനയത്തിലേക്ക് വരുന്നത് വളരെ കുറവായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചിട്ട് വിവാഹവും കുട്ടികളൊക്കെ ഏകദേശം മെച്ചോർഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അഭിനയ രംഗത്തൊക്കെ സജീവമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവം ടീച്ചർക്കും ഉണ്ട്. അപ്പം ടീച്ചറുടെ ആ ഒരു ഇതില് നോക്കി കാണും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു അവസ്ഥയെ
അത് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു മാനസികപരമായ കാര്യമല്ലേ. ഇപ്പൊ അത്രയും ആൾക്കാര് കുറച്ചും കൂടെ ഫോർവേഡ് ആയി വരുന്നുണ്ട്. ഇപ്പൊ അല്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങി നിൽക്കണം. തളച്ചിടപ്പെടുകയല്ലേ? അതെ, അത് ആ കെട്ട് ആ ശ്വാസം മുട്ടലിൽ നിന്നുള്ള ഒരു പുറത്തേക്ക് വരാനുള്ള ഒരു എന്തായാലും എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പം ഒരിക്കലും ഇനി ലഭിക്കില്ല എന്ന് വിചാരിച്ച വേദികള്, അതുപോലെ തന്നെ ആ നഷ്ടപ്പെട്ടു പോയ കഴിവുകളെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സത്യമായിട്ടും ജീവിതത്തിൽ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണ്. അതെ അതെ അതെ. ഒരു പാട്ട് പാടാം, എന്നിട്ട് തുടങ്ങാം ബാക്കി. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ, പാഴ്മുളം തണ്ടല്ലയോ. നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്നൊരാലില തുണ്ടല്ലയോ ഞാൻ, ആലിലത്തുണ്ടല്ലയോ. നിന്റെ കാൽപാദത്തിനോർമ്മയിൽ മാത്രമാ നിന്റെ ജന്മസഞ്ചാരം. നിന്റെ ജീവാണുവിലോരോന്നിലും സദാ നീയൊരാ ഗുരുവായൂരപ്പ, നീയൊരാൾ ഗുരുവായൂരപ്പ. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ, പാഴ്മുളം തണ്ടല്ലയോ. ശരിക്കും ആ ഒരു എന്താണ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. നല്ലൊരു എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഭക്തിഗാനാണ്. അതെ അല്ലേ? ഭക്തിഗാനങ്ങളാണ് കൂടുതൽ. അങ്ങനെയില്ല, കല്ലറ ഗോപൻ സാറ് സംഗീതം ചെയ്തത് എന്തോ ഇതിനോടൊരു ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള കുറെ നല്ല ഗാനങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടായിരുന്നു. അതെ അതെ അതെ. പ്രത്യേകിച്ചിട്ട് ഈ ദുഃഖഗാനങ്ങളോടാണ് എനിക്ക് അങ്ങനെ നോക്കിയ ഇഷ്ടം, പാടാൻ ഇഷ്ടം ദുഃഖഗാനങ്ങളാണ്. ഒരുപക്ഷെ അങ്ങനെ ഈ ദുഃഖഗാനങ്ങളോട് ഇഷ്ടം തോന്നാൻ ജീവിതം അങ്ങനെ കുറെ ദുഃഖങ്ങൾ സമ്മാനിച്ചോണ്ടാണ്. ആയിരിക്കാം ചിലപ്പോ, അതും ഒരു കാരണമാവാം ചിലപ്പോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് കോളേജ് കാലഘട്ടത്തെ പറ്റിയാണ്. നെഹ്റു കോളേജിലെ പ്രീ ഡിഗ്രി കാലം. ഡിഗ്രി അവിടെ തന്നെയായിരുന്നില്ലേ? ഡിഗ്രി അവിടെ തന്നെയായിരുന്നു. ഫിസിക്സ്. പ്രീ ഡിഗ്രി കാലത്ത് ഫസ്റ്റ് ഇയർ സജീവമായിട്ട് കലോത്സവങ്ങളുടെ താരമായി. അതോടെ പിന്നെ നിർത്തി. പക്ഷെ ഫിസിക്സ് എടുത്ത പിന്നെ ഫിസിക്സ് കാര്യമായിട്ട് നോക്കണം എന്നുള്ള അതുകൊണ്ട് പഠിത്തത്തിൽ തന്നെയായിരുന്നു കൂടുതൽ ശ്രദ്ധ. പിന്നെ പാടും അത്യാവശ്യം, മറ്റേ കോളേജ് ഫംഗ്ഷനൊക്കെ പാടും, അല്ലാതെ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ഇവിടെ നാട്ടില് അതുപോലെ മറ്റു സ്റ്റേജ് പരിപാടികൾ അങ്ങനെ പങ്കെടുക്കുമായിരുന്നു. സജീവമായിട്ട് ഇല്ല. പഠിത്തത്തിനായിരുന്നു അന്ന് മുൻഗണന. ഈ പാട്ട് പിന്നെ അവിടെ നിന്ന് ഈ കലോത്സവ കാലഘട്ടത്തില് അല്ലാതെ പിന്നെ ജീവിതത്തില് മറ്റേതും വേദിയില് അങ്ങനെയൊന്നും ഉപയോഗിച്ചില്ല. ഡിഗ്രി കഴിയുന്ന സമയത്തായിരുന്നു കല്യാണം. ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡ്, ഞാൻ പറഞ്ഞില്ല, ഓഫീസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ എല്ലാ കഴിവിനും പൂർണ്ണ പിന്തുണയായിരുന്നു. അപ്പോ എന്തോ അവരെന്നെ ഗംഗട്ടനായിരുന്നു അത്. ആകാശവാണിയിൽ നിന്ന് ഇങ്ങനെ യുവവാണിയിൽ പാടേണ്ട ഇതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി തന്നെ എല്ലാം ആപ്ലിക്കേഷൻ എല്ലാം അയച്ച് പാടിക്കണം എന്നുള്ള ഇതിന്. അപ്പൊ അങ്ങനെ യുവവാണിയിൽ ഒരു ആകാശവാണിയിൽ പാടിയിരുന്നു. അത് സംഗീതം ചെയ്തത് എൻ്റെ ക്ലാസ്മേറ്റ് വിശ്വംഭരം വെള്ളിക്കൊത്തായിരുന്നു സംഗീതം ചെയ്തത്. അതൊരു നല്ല അനുഭവമായിരുന്നു. എന്റെ ക്ലാസ്മേറ്റ് ആണ്. ആ ഒരു പാട്ട് ഓർമ്മയുണ്ടാവുമല്ലോ തീർച്ചയായും. കാരണം ആകാശവാണിയിൽ പാടിയ ഗാനം എന്തായാലും ആയിക്കോട്ടെ, അത് പാടി. വിരിയും മൊഴികൾ പാതി നീർത്തി വിലോലമാമി മിഴിയിൽ നോക്കി, വിരിയും മൊഴികൾ പാതി നീർത്തി വിലോലമാമി മിഴിയിൽ നോക്കി, സായാഹ്ന സന്ധ്യയും പോകുന്നിതാ സാഗര തീരത്തിന്നേകയായി ഞാനേകയായി, പിരിയും
മൊഴികൾ പാതി നിർത്തി വിലോലമാമി മിഴിയിൽ നോക്കി. അതും ശോകാണ്. അതെ. അന്ന് പക്ഷെ ശോകം വേണം വിചാരിച്ചിട്ടായിരുന്നു ആയതല്ലേ യാദൃശികമായിട്ട് ആ ഒരു പാട്ട് സെലക്ട് ചെയ്തു മാത്രം. അത് വിശ്വംഭര സംഗീതം ചെയ്തത് ആ രാഗത്തിലായി. ഇതിന്റെ രചന ആരായിരുന്നു? രചന ഒരു AV സുരേഷ് എന്ന് പറഞ്ഞിട്ട് വെള്ളിക്കൊത്തന്നെയാണ് തോന്നുന്നത്. ശരിയാ. AV സുരേഷ്. ഓക്കെ ഓക്കെ. പിന്നീട് അത് ഇതിന് ശേഷം പിന്നെ ആകാശവാണിയിൽ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. അത് പിന്നെ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊക്കെ ആയതിനു ശേഷമായിരുന്നു എന്റെ PG പഠനം, MA MPhil പഠിച്ചത്. അത് ചെന്നൈയിലായിരുന്നു. ഈ മക്കളെയും കൊണ്ട് തന്നെ റെഗുലറായിട്ട് പോയി പഠിച്ചു. അതില് MA ഗോൾഡ് മെഡലും കിട്ടിയിട്ടുണ്ട്. ഹിന്ദി ആയിരുന്നു സബ്ജക്ട്. ഫിസിക്സ് മൊത്തമായിട്ട് മാറി പിന്നെ ഹിന്ദിയിലോട്ട്. അതെന്താ പറഞ്ഞാൽ ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ പ്രാക്ടിക്കലും കാര്യങ്ങളും. അപ്പൊ MSc കുട്ടികളെയും വെച്ചോണ്ട് പഠിക്കാൻ ബുദ്ധി. പക്ഷെ എനിക്ക് എന്തായാലും പഠിക്കണം എന്നുള്ള ഇതുണ്ട്. അങ്ങനെ സപ്പോർട്ടുണ്ട്. അവിടെ പോയ സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് സെന്റർ ആയിരുന്നു. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇത്. അപ്പൊ ഫുള്ള് ഹിന്ദി, നോർത്ത് ഇന്ത്യയിലത്തെ ആൾക്കാരായിരുന്നു അവിടെ പല ഫംഗ്ഷൻ. അപ്പോൾ ഒരുപാട് പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ആകാശവാണിയിൽ നാടകം ചെയ്തു, ഹിന്ദി നാടകം. പിന്നെ ഇതുപോലെ പ്രാർത്ഥനയും അവരുടെ ഫംഗ്ഷന്റെ പ്രയർ സോങ്, ഹിന്ദി സോങ്സ്, അങ്ങനെ ആകാശവാണിയിൽ അവിടുത്തെ ചെന്നൈ ആകാശവാണിയിൽ ഹിന്ദിയുമായി ബന്ധപ്പെട്ട് പാടാൻ പറ്റി. പിന്നെ ഒരു ആൽബത്തിന് വേണ്ടിട്ട് അവരുടെ ഒരു ഗ്രൂപ്പ് അതിൽ പാടാൻ പറ്റി. സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ തുറന്നുണ്ടായ. അതെ. പിന്നെ അതുപോലെ ONGCയിൽ ഹസ്ബൻഡ് വർക്ക് ചെയ്തു പറഞ്ഞു. അപ്പൊ അവരുടെ നാഷണൽ ലെവലിൽ ഒരു പ്രോഗ്രാം ഡെറാഡൂണിലുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് സെലക്ട് ആയിട്ട് ചെന്നൈ റീജിയണിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് അവിടെ പോയി പാടിയിട്ടുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങൾ. പിന്നെ വേറൊരു ഓർമ്മിക്കാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു ഇത് കോടീശ്വരനില് സൂര്യ ടിവിയില് മുകേഷ് ആയിരുന്നു. അപ്പൊ മുകേഷിന്റെ മുമ്പിലും ഒരു പാടാനുള്ള അവസരം കിട്ടിയാണ്. ഓഡീഷനിൽ മത്സരിക്കാൻ എത്തിയ ഒരു അനുഭവം അതും ഈ പറഞ്ഞ പോലെ എന്നെക്കാളും താല്പര്യം ആയിരുന്നു. അപ്പൊ അവരായിരുന്നു അപ്ലിക്കേഷൻ അയച്ചത്. അങ്ങനെ പോയി. അത് ചെന്നൈയിലായിരുന്നു ഞങ്ങൾ അന്ന് താമസിക്കുന്നത്. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ചെന്നൈയിലായിരുന്നു. പിന്നെ ബുദ്ധിമുട്ടില്ല പോവാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി. അന്ന് പക്ഷെ ഇതിന്റെ എൻട്രി എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചോദിക്കും. അതിലാരാണ് ഫസ്റ്റ് പറയുന്ന അവർക്കായിരുന്നു എൻട്രി. അങ്ങനെ കയറി ലാസ്റ്റ് അന്ന് ഫുൾ എപ്പിസോഡ് അത് ഉത്തരം പറഞ്ഞു. ലാസ്റ്റ് വന്നത് ക്രിക്കറ്റിന്റെ ഒരു ചോദ്യമായിരുന്നു. അതിൽ എനിക്കത്ര ചെറിയൊരു ചെറിയ കുട്ടി മോൻ അന്ന് നല്ല പനിയായിരുന്നു. മോന് 2-3 വയസ്സ് അത്രേ ആയുള്ളൂ. അപ്പൊ അല്ല അവർക്ക് ഒറ്റൊരു ആൻസറേ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പക്ഷെ അത് വിഡ്രോ ചെയ്തു ഞാൻ. എന്നാലും പറഞ്ഞ ആൻസർ ശരിയായിരുന്നു. അങ്ങനെ അന്ന് 1 ലക്ഷം. അന്ന് ഏതാണ് പാട്ട് പാടിയത്? പുലർകാല സുന്ദര സ്വപ്നം. അത് ഗംഭീര പാട്ടാണ്. അതെ അതെ. അതിലത്തെ 2 വരി ഒന്ന് കൂടി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും വർണ്ണച്ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. നമുക്ക് നൃത്തരംഗത്തേക്ക് തന്നെ വരാം. അത് ഒരു പക്ഷേ ഈ പറഞ്ഞ കുട്ടികളൊക്കെ ആയ ശേഷം ഞാൻ ആകാശവാണിയിലൊക്കെ പാട്ട് പരിപാടി, സംഗീത പരിപാടികൾ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. നൃത്തവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ പിന്നെ ചെയ്തിരുന്നു. നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ONGCയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ അസോസിയേഷനും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഓണപരിപാടി അതുപോലത്തെ അതിനൊക്കെ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. അല്ലാതെ സ്റ്റേജ് പ്രോഗ്രാമെല്ലാം അവിടെ പുറത്തായതുകൊണ്ട് അങ്ങനെ കുറവാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ കുട്ടികളും ചെറുത് അതിനായിട്ട് എനിക്ക് കാര്യമായിട്ട് ആ സമയത്ത് പഠിത്തമായിരുന്നു. MPhilന് ശേഷം ഞാൻ PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 4 ചാപ്റ്റർ എഴുതിയിട്ട് അത് പിന്നെ അവിടുന്ന് അപ്പൊ ട്രാൻസ്ഫർ ആയി ബോംബെയിലേക്ക്. ആ സമയത്തായിരുന്നു പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ. പിന്നെ എനിക്ക് പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു 6 കൊല്ലം ഗ്യാപ്പ് എന്ന് പറഞ്ഞില്ലേ. അത് ഫുള്ളി പഠിത്തത്തിലും കുട്ടികളുടെ കാര്യത്തിനും അതിനു വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഞാൻ സംഗീതം പറഞ്ഞ മോളെ കൂടെ പഠിച്ചിരുന്നു. അല്ലാതെ പരിപാടി അവതരിപ്പിക്കുന്ന കുറവായിരുന്നു. ഇങ്ങനെ പിന്നെ വീണ്ടും നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ഞാൻ ആ ഒരു വിഷമത്തിൽ നിന്ന് വിട്ടുമാറാതെ എങ്ങനെ ഇരിക്കും. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു 3-4 കൊല്ലം. അപ്പൊ ഇവിടെ വന്നിട്ടും ഞാൻ അങ്ങനെ പുറത്തധികം പോവാതെയും
അല്ല ഇരുന്ന സമയത്ത് ഇവരും അച്ഛനും അമ്മയും എൻ്റെ ബ്രദറായാലും മക്കളായാലും ഇനി അമ്മ മുമ്പത്തെ പോലെ തന്നെ ചെയ്യണമെന്നില്ല അതിൽ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ തിരിച്ചും ഇതിലേക്ക്. പിന്നെ അതിൽ യമുന ചേച്ചി ഇവിടെ തൊട്ടന്നെ. അപ്പൊ യമുന ചേച്ചിയുടെ ആ ഒരു എല്ലാരും കൂടിയാകുമ്പോ ഞങ്ങളൊരു കൂട്ടായ്മയുണ്ട് ഇവിടെ. അപ്പൊ അതായിരുന്നു പിന്നെ തുടക്കം. അങ്ങനെ കുറെ പരിപാടികൾ ചെയ്തു. ആ സമയത്ത് നൃത്തം പഠിച്ചത് സുരേന്ദ്ര പട്ടേന്റെ അടുത്ത് നിന്ന് നൃത്തത്തിന് ചേർന്നു. അതേപോലെ സംഗീതത്തിന് നമ്മുടെ വിപിൻ രാഘവൻ പഠിക്കാൻ ചേർന്നു. പക്ഷെ ഇതൊക്കെ കോവിഡ് സമയത്ത് തിരിച്ചു പിന്നെയും നഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് കോവിഡ് ഒക്കെ സെറ്റിൽ ആയതിനു ശേഷം വിപിൻ മാഷ് ക്ലാസ് നിർത്തി, പിന്നെ സുരേന്ദ്ര മാഷൻ ക്ലാസ് നിർത്തി. പക്ഷെ സംഗീത പഠനം എനിക്ക് അപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ഒരു ഇത് തോന്നല്. മാഷ്ക്ക് പിന്നെ മാഷ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ബാച്ചേ പോയി. അപ്പം ഞാൻ പിന്നെ രണ്ടാമത് പിന്നെ പഠിക്കാൻ ചേർന്നത് യേശുദാസിന്റെ ശിഷ്യനും പ്രശസ്ത സംഗീത സംവിധാനമായിട്ട് രാജേഷ് രാജ് മാഷുണ്ട്. മാഷ് കണ്ണൂരിൽ നിന്ന് വന്നിട്ട് കാഞ്ഞങ്ങാട് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മാഷ് എടുത്ത് പോവാൻ തുടങ്ങി. മാഷ് എന്ന് പറഞ്ഞാൽ പക്ക ക്ലാസിക്കലും മാത്രമല്ല ഈ ചരിത്ര എല്ലാം കൂടി ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അതിന് കാരണം ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് സമയത്ത് കുറെ വാട്സപ്പ് സംഗീത കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു കൂട്ടായ്മ വഴിയായിരുന്നു മാഷത്തേക്ക് എത്തിയത്. ആ സംഗീത കൂട്ടായ്മ ആ സമയത്ത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അതില് ഒരു ഫ്രണ്ട്സ് മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അതിലായിരുന്നു ആദ്യം നീലേശ്വരത്തെ. അപ്പൊ ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. പാട്ട് പല ചീമേനി മുതൽ കാഞ്ഞങ്ങാട് അങ്ങോട്ട് ഒരു 2 ദിവസമൊക്കെ പോയിട്ട് കിട്ടുന്ന പൈസ സഹായിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പാടിയിട്ട് അങ്ങനെ കുറെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിൽ ആ വാട്സപ്പ് കൂട്ടായ്മയുടെ കാര്യം പറയുമ്പോൾ ഒരു ആർട്ട് ഫോറം ഫേമസ് അവരുടെ ഒരു ഗ്രൂപ്പിലുണ്ട് പങ്കായിട്ട്. അപ്പൊ അത് അവരുടെ പരിപാടിക്കൊക്കെ പാടാൻ പോവാറുണ്ട്. പിന്നെ പാട്ടുപട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുണ്ടംകുഴി ഭാഗത്ത്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിന്റെ പേരിൽ എനിക്ക് ഒരുപാട് കൂട്ടുകാർ ഈ സംഗീതമായിട്ടുള്ള അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതും നല്ലൊരു ഗ്രൂപ്പാണ് പാട്ടുപെട്ടി. അതുപോലെ പിന്നെ ശ്രീലയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീധരം മാഷ്, പയ്യന്നൂർ ശ്രീധരം മാഷ് അറിയില്ലേ, എഴുതുന്നത്. അപ്പൊ മാഷിന്റെ മകള് നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് പ്രാക്ടീസും എല്ലാ ആഴ്ചയും പ്രാക്ടീസും എല്ലാം ഒരു കൂട്ടായ്മയായിട്ട് അതും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകൾ വഴി സംഗീതം ഇപ്പൊ സജീവമായിട്ട് സംഗീത രംഗത്ത് വരാൻ പറ്റി. അപ്പൊ ഈ നൃത്തത്തിൽ ഇപ്പം പിന്നെ ചരട് അത് യമുനേച്ചിയുടെ ഞാൻ പറഞ്ഞില്ല ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ വരുന്നത്. അത് മധു തട്ടാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സാറായിരുന്നു പഠിപ്പിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ടാണ് അവതരിപ്പിച്ചത്. അത് പറഞ്ഞ പദം കൊണ്ട് കെട്ടിയിട്ട് കുമ്മി കളിച്ചിട്ട് അഴിക്കുന്നത്. അങ്ങനെ ആരും ചെയ്യാറില്ല. അത് ഫുള്ള് കെട്ട് അഴിക്കണം പിന്നെ കളിച്ചിട്ട്. അപ്പൊ അത് കുറച്ച് ടഫാണ്. ഒന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അതെല്ലാം പോകും. അപ്പൊ അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. അതെല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. ആദ്യം അത് കാണിത് എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ അപ്പൊ അത് കുറെ വേദികളിൽ കളിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് സാധാരണ അല്ല 10-16 പേര് 10-12 പേരുണ്ടായിരുന്നു. അത് പിന്നെ ചില സമയത്ത് പറ്റാതപ്പോ കുറയും, എന്നാലും ആൾക്കാർ. പിന്നെ നൃത്ത ശില്പങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നു? അത് സുരേന്ദ്ര മാഷ് ഇതില് രാമായണായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലാസിക്കൽ പക്കത്തില്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് മറ്റേതെങ്കിലും ഭരതനാട്യം വീണ്ടും രംഗത്ത് അവതരിപ്പിക്കുകയോ? അത് തില്ലാന ഇതൊക്കെ ചെയ്തിട്ടുണ്ട് സുരേന്ദ്ര മാഷ്. അത് ഇപ്പൊ കോവിഡിന് തൊട്ട് മുമ്പ്. അതിനുശേഷം പിന്നെ അല്ല കളിച്ചിട്ടുണ്ട്. ഇവിടെ NSS പരിപാടി അത് നമ്മളെ സിന്ധു കലിക ടീച്ചറായിരുന്നു പഠിപ്പിച്ചത്. അത് സെമി ക്ലാസിക്കൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഡാൻസ് മൊത്തമായിട്ട് ഇതുവരെ അതിനുശേഷം നിർത്തി. കാലിന് വയ്യാഞ്ഞിട്ടും കാലിന് ചെറിയ മുട്ടിന് പ്രശ്നമുണ്ട്, എന്നാലും എന്തെങ്കിലും സംഗീത രംഗത്ത് കുറച്ചുകൂടി സജീവം. അതെ സംഗീത രംഗത്ത് കുറച്ചും കൂടി അതിനുള്ള ഇപ്പോ നമുക്ക് ആ ഒരു ഈ കൂട്ടായ്മയൊക്കെ ഉള്ളത് കൊണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ട്. ഇനി മക്കളുടെയൊക്കെ പിന്തുണ ഭയങ്കര ഇതാണ്. അവർക്കൊക്കെ സന്തോഷം. അവർക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? മോൻ ഗിത്താർ വായിക്കുമായിരുന്നു, നന്നായിട്ട് ഡാൻസും ചെയ്യായിരുന്നു. ഈ മുമ്പത്തെ ഇതുണ്ടല്ലോ എന്താ ഒരു തമിഴ് ചാനല്, അതിലവൻ ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നിർത്തിയ ഈ ട്രാൻസ്ഫർ ജോലി ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ഗിത്താർ പഠനം നിർത്തി. പക്ഷെ അവന് ടാലന്റ് ഉണ്ട്, വരക്കും. മോള് നല്ല ഡാൻസറാണ്. മോള് അരങ്ങേറ്റൊക്കെ കഴിഞ്ഞാണ്. ചെന്നൈയിൽ ഉണ്ടാകുമ്പോ അരങ്ങേറ്റം വരെ കഴിഞ്ഞാണ്. ഇപ്പോഴും അവൾ അത്യാവശ്യം എവിടെയെങ്കിലും ചെയ്യും. പാട്ട് പഠിച്ച് പക്ഷെ അത്ര പാടാൻ അത്ര ഇതില്ല, ഇഷ്ടമല്ല. ഡാൻസ് ചെയ്യും.
നമുക്ക് ആ കുടുംബത്തെ പറ്റി ഒന്ന് പറയാം. അച്ഛനെയും അമ്മയെ പറ്റി ആദ്യം പറയാം. അച്ഛൻ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്, കയ്യൂർ VHS അവിടെ നിന്നാണ് വിരമിച്ചത്. പിന്നെ കെ കുഞ്ഞികൃഷ്ണൻ നായർ AU ആയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അച്ഛൻ നീലേശ്വരക്കാരൻ തന്നെയാണ്. പിന്നെ അമ്മയും ടീച്ചറാണ്. അമ്മ വാഴക്കോട് സ്കൂളിൽ നിന്ന് വിരമിച്ചു. അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ സൗത്തിലുണ്ടാവും. അമ്മയുടെ പേര് രാധ. സൗത്തിൽ നിന്ന് റിട്ടയർഡ് ആയത്. പിന്നെ ഹസ്ബൻഡ് ഗംഗാധരൻ നായർ ONGC-ലായിരുന്നു. പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും. അതെ. പിന്നെ 2010 ഞങ്ങള് വിട്ടിട്ട് പോയി. അപ്പൊ അതൊരു ജീവിതം ഭയങ്കര ഒരു താങ്ങാൻ പറ്റാത്ത ഇതായിരുന്നു. അതിന്നിപ്പ ഇങ്ങനെ അതാണ് ഒരുപക്ഷെ സംഗീതവും നൃത്തവും ഒക്കെ ആയിരിക്കാം അതിന് തരണം ചെയ്യാൻ. പിന്നെ ആ സമയത്തെ കുറെ അസുഖങ്ങളൊക്കെ എനിക്കും പിടിവിട്ടു. അപ്പൊ അതിന്നുള്ളവരിപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ശ്രദ്ധ മാറിയതിനു ശേഷം അതിനൊക്കെ കുറച്ച് ഇതായിട്ടുണ്ട്. 2 മക്കള്. മോള് സ്വാതി ഡോക്ടറാണ്, എൻഡോഡോണ്ടിസ്റ്റ്. മോള് കല്യാണം കഴിഞ്ഞു. മോനും ഇപ്പൊ ഇതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്രിട്ടിക്കൽ കെയർ ഹൈദരാബാദ് രാമകൃഷ്ണ. രണ്ടുപേരും ഹൈദരാബാദിൽ തന്നെയാണ്. ഇല്ല കുട്ടികളായിട്ടില്ല. രണ്ടാമത്തത് മകൻ, അവൻ സത്യജിത്ത്. അവൻ US ആമസോണിൽ വർക്ക് ചെയ്യുന്നു. മോന്റെ വൈഫും സാറ, അവളും അവിടെ തന്നെ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നു. അവര് വർഷത്തിൽ ഒരിക്കൽ കഴിഞ്ഞ 1 കൊല്ലം മുമ്പേ അത്രേ ആയിട്ടുള്ളൂ. മോൻ പോയിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ. അതിനുശേഷം ഒരു പ്രാവശ്യം വന്നു. ഇവിടെ ഇപ്പം നീലേശ്വരത്തെ ഗംഗയില് അമ്മയും മകളും മാത്രം. അതെ, ഞാനും അമ്മയും മാത്രം. പ്രത്യേകിച്ച് ഈ ഒരു അന്തരീക്ഷം നിങ്ങൾ നേരത്തെ പറഞ്ഞു യമനേച്ചിയുടെ ഒക്കെ ഒരു പിന്തുണ കലാരംഗത്ത് ഒരുപാട് ആൾക്കാർ. നീലേശ്വരം അറിയാലോ, നീലേശ്വരം സാംസ്കാരിക. അതെ, അപ്പൊ എപ്പോഴായാലും നമ്മൾക്ക് ആ ഒരു ഇവിടെ എപ്പോഴും സജീവമായിട്ട് ഉണ്ടാവും. എന്തെങ്കിലും ഇവിടെ നീലേശ്വരത്ത് സെറ്റിൽ ആയത് എപ്പോഴാണ്? 2014 ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് വന്നത്. ഈ വീട് കെട്ടിയിട്ട് താമസം, അതിനുശേഷം വീട് കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പോഴും പാട്ടും നൃത്തമായാല് ഏതാണ് ടീച്ചർക്ക് ഇഷ്ടം? അങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും പറയാം. രണ്ടും ഒരേപോലെ ഇഷ്ടം. രണ്ടും ഒരേപോലെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നു. ഒരു നാണയത്തിന്റെ 2 വശങ്ങളും. അതെ. എന്നാലും ഇപ്പോഴൊരു വേദി കിട്ടിയാൽ ഏതെങ്കിലും ഒരു പാട്ട് പാടാം അല്ലെങ്കിൽ ഒരു നൃത്തം ചെയ്യാം. അങ്ങനെ ഒരു ചോയ്സ് കിട്ടിയാൽ വല്ലാത്തൊരു ചോദ്യമായി പോയാലോ. അങ്ങനെ ആണെങ്കിൽ പാട്ട് പറയും. ഇപ്പോഴത്തെ ഈ പ്രായത്തിന് വെച്ച് നോക്കുമ്പോ നമുക്ക് കുറച്ചും കൂടെ പാടാനല്ലേ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പാട്ടാണ്. അതെ. ഇപ്പൊ നിങ്ങളുടെ ഈ നാടിന്റെ ഒരു പിന്തുണ നേരത്തെ പറഞ്ഞു. നീലേശ്വരത്തിന്റെ ഒരു സാംസ്കാരിക രംഗമാണ് വീണ്ടും ഈ രംഗത്തെ കൊണ്ടുവരാൻ. എങ്കിലും കുറച്ച് പ്രായം ചെന്ന ശേഷം വീണ്ടും കലാരംഗത്ത് സജീവമാകുമ്പോൾ നീലേശ്വരത്ത് ഒരുപാട് സഹൃദയരായ ആൾക്കാരുണ്ട്. അപ്പൊ KP മാഷ പോലുള്ള നന്മ പോലുള്ള കലാസമിതികൾ, പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പൊ അവര് നൽകുന്ന ഒരു സപ്പോർട്ട്, പിന്തുണ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നല്ല പിന്തുണ തന്നെയാണ്. നന്മയിൽ അംഗാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും അത് പ്രോത്സാഹനം തന്നെയാണ്. ആർക്കും അത് പ്രായത്തിന്റെ പേരിൽ അടങ്ങി വീട്ടിലിരിക്കുക അങ്ങനത്തെ ഒന്നും ചിന്തയില്ല. എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. മറ്റ് എവിടെയെങ്കിലും ഈ നൃത്തോ രംഗത്തോ അല്ലെങ്കിൽ പാട്ടിലോ പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ആതുര സേവന രംഗത്തെ ഒരു ധനസഹായത്തിന്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ പാടിയതല്ലാതെ മറ്റേതെങ്കിലും വേദികളിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ 2ാം വരവില് വേദികൾ ഇഷ്ടംപോലെ പാടുന്നുണ്ട്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ പല സ്ഥലത്തും കിട്ടുമ്പോൾ അവരുടെ കൂടെ പോയി പാടും. ടീമില് സ്റ്റേജ് പ്രോഗ്രാം തന്നെ വിളിച്ചാൽ ഇപ്പൊ ആർട്ട് ഫോറത്തിന്റെ ഉണ്ടാവും. അല്ലെങ്കിൽ പറഞ്ഞ ഗ്രൂപ്പുകൾക്കൊക്കെ പ്രോഗ്രാം കിട്ടുമ്പോഴൊക്കെ പോയി പാടാം. അപ്പോ എന്ത് തോന്നുന്നു ഇപ്പൊ ഈ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ജീവിതത്തിൽ ഒരുപാട് ആത്മസംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന ആളാണ്. എന്നെ പോലുള്ള വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വിചാരിച്ചാല് ഇപ്പൊ ഈ നമ്മൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നാലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും ജീവിതത്തിൽ മാറ്റി വെക്കണം. ഇനി അത് സംഗീതമായാലും നൃത്തമായാലും ചിത്രരചന എന്തെങ്കിലും ആവട്ടെ, അതിന് കുറച്ച് സമയം മാറ്റി വെക്കണം. അല്ലാതെ നമ്മൾ എല്ലാവർക്കും വേണ്ടി ജീവിതം ഫുള്ള് നമ്മുടേതായ കഴിവുകളൊക്കെ അടക്കി വെച്ച് നശിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് വരദാനം പോലെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം വീട്ടുകാർക്ക് വേണ്ടിട്ട് എല്ലാം ചെയ്യണം, എല്ലാം ശരിയാണ്. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് വേണ്ടിട്ട് ഒരു അല്പസമയം മാറ്റി വെക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. വരദാനം പോലെ കിട്ടിയ ആ കഴിവുകളാണ് അത് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞത്. കിട്ടുന്ന വേദികൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. അത് അവർ ജീവിതം കൊണ്ട് ഇപ്പൊ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും അനുഗ്രഹീതമായി കിട്ടിയ കലാ സപര്യ, സംഗീതമാവാം, നൃത്തമാവാം, ചിത്രമാവാം, നാട്യമാവാം, മറ്റ് അഭിനയ രംഗം, ഇതൊക്കെ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക്.
എന്നാൽ ഇന്ന് അങ്ങനെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയ തങ്ങളുടെ കലാഭിരുചികളെ പരിപോഷിപ്പിക്കുവാനും അവയെ വളർത്തിക്കൊണ്ടുവരാനും നിരവധി വേദികൾ സ്വായത്തമാക്കുവാനും അവസരങ്ങൾ കൈവരുമ്പോൾ അത് തീർച്ചയായിട്ടും സ്വീകരിക്കാൻ, അത്തരം വേദികളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രീതി ടീച്ചറെ പോലുള്ള ഒരുപാട് പേർ കടന്നു വരുന്നുണ്ട്. അത് കലാരംഗത്ത് ഏറെ ആശാവഹമായ കാര്യമാണ്. ടീച്ചർക്ക് ഇനിയും ഒരുപാട് വേദികളിൽ നൃത്തരംഗത്തും ഒപ്പം തൻ്റെ പ്രിയപ്പെട്ട സംഗീത കലയിലും ഒരുപാട് വേദികൾ ഇനിയും പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കലാരംഗത്ത്, പ്രത്യേകിച്ച് നൃത്ത സംഗീത രംഗത്ത് വലിയ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ AM പ്രീതിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി കാവ്യ സൗഹൃദത്തിന്റെ പേരിൽ ആശംസിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ കാവ്യ സൗഹൃദത്തിൽ മറ്റൊരു അതിഥിയുടെ കലാവഴികളിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. മുഴുവൻ പ്രേക്ഷകർക്കും സ്നേഹം, നന്ദി. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ, പാഴ്മുളം തണ്ടൽ